എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ടേസ്റ്റി ഇന്നോവേഷൻസ്. ഇപ്പോൾ യൂട്യൂബിൽ ഒരുപാട് ചക്ക വിഭവങ്ങളുണ്ട്, പ്രത്യേകിച്ച് ലോക്ക്ഡൗൺ കാലത്ത്. അപ്പോൾ ഇന്ന് ഞാനും ചക്ക കൊണ്ടുള്ളൊരു വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ചക്കക്കുരു കൊണ്ടുള്ള ഒരു ബോളിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. സാധാരണ കടലപ്പരിപ്പ് വെച്ചിട്ടാണ് ബോളി ഉണ്ടാക്കാറ്. ബോളിക്ക് ഒരുപാട് പേരുകളുണ്ട്. ഒബ്ബട്ടു, പുരൻ പോളി, അങ്ങനെ പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ചക്കക്കുരു റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ക്ലീൻ ചെയ്ത് വെച്ചതാണ്. അതിൻ്റെ ചുവന്ന നിറത്തിലുള്ള തൊലി ഞാൻ അധികം കളഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കളയണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ കുക്കറിലിട്ടിട്ടാണ് വേവിക്കുന്നത്. നന്നായിട്ട് വേവുന്ന ചക്കക്കുരു ആണെങ്കിൽ ഇത് സ്വാദം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കിത് വേവിച്ചെടുക്കാം. ചക്കക്കുരു നമ്മൾ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി ചേർക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർക്കാം. ഞാനിവിടെ ചേർത്തിട്ടില്ല. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ചക്കക്കുരു. ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഏലക്ക ചേർക്കുകയാണ്. ഏലക്കയുടെ കറുത്ത ഉള്ളിലെ ആ കറുത്ത സീഡ് മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അതും ചേർക്കാവുന്നതാണ്. ചക്കക്കുരു ഒന്ന് അരച്ചെടുത്ത ശേഷം അതിലേക്ക് നമ്മൾ ശർക്കര പാനി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലെന്തായാലും ശർക്കര ചേർക്കണം. അപ്പോൾ നമ്മൾ ശർക്കര പാനി ചേർത്തിട്ടാണ് അരയ്ക്കുന്നത്. അപ്പോൾ നന്നായിട്ട് സ്മൂത്തായിട്ട് കിട്ടും. ഇനി വീണ്ടും നന്നായിട്ട് അരച്ച് ആവശ്യത്തിന് എത്ര ശർക്കര മധുരം വേണോ അതിനനുസരിച്ച് നോക്കിയിട്ട് ചേർത്തിട്ട് അരച്ചെടുക്കുക. തീരെ കട്ടയില്ലാതെ നന്നായിട്ട് സ്മൂത്തായിട്ട് അരച്ചെടുക്കുക. നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊണ്ട് തന്നെ ഇരിക്കണം. നമ്മളിത് വരട്ടി എടുക്കുന്ന പോലെ, നമ്മൾ ചക്കയൊക്കെ വരട്ടണം അതേപോലെ തന്നെയാണ് ഇത് ചെയ്യുന്നത്. നന്നായിട്ട് കൈ വെച്ച് ഇളക്കി കൊടുക്കാം. കൈ എടുക്കാതെ ഇളക്കി കൊണ്ട് തന്നെ ഇരിക്കണം. ഇപ്പം നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ശരിക്കും ചക്ക വരട്ടിയതൊക്കെ പോലെ തന്നെയാണ് ഇത് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് പായസം ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ്. വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നന്നായിട്ട് ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിപ്പോൾ നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് മാറ്റി വയ്ക്കാം. നമുക്ക് പരത്താനുള്ള മാവ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഗോതമ്പ് പൊടി മൈദയും ഒരേ അളവിൽ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അരക്കപ്പ് ഗോതമ്പ് പൊടിയാണെങ്കിൽ അരക്കപ്പ് മൈദ, ആ രീതിയിലാണ് എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടി മാത്രം വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. ഇനി അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് നെയ്യ് ഇതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പൊടിച്ച പഞ്ചസാര കൂടി ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നില്ല, കാരണം നമ്മളുടെ ഫില്ലിങ് തന്നെ നല്ല മധുരമുണ്ട്, അതുകൊണ്ടാണ് ചേർക്കാത്തത്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ചപ്പാത്തിയുടെ പരുവത്തിൽ നമുക്ക് കുഴച്ചെടുക്കാം. നമ്മൾ നന്നായി പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. മാവ് നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് പരത്തിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ ബോൾസ് ആക്കി എടുക്കാം. നമ്മൾ ചപ്പാത്തിക്ക് എടുക്കുന്ന പോലെ തന്നെ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ട് ചെറിയ വട്ടത്തിൽ പരത്തിയെടുക്കാം. പരത്തിയ ശേഷം നമ്മളുടെ ഫില്ലിങ് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് വീണ്ടും ഒരു ചപ്പാത്തി എളുപ്പത്തിൽ നന്നായിട്ട് കനം കുറച്ച് പരത്തിയെടുക്കണം. നമ്മൾ ചെറിയ വട്ടത്തിൽ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചക്കക്കുരുവിൻ്റെ മിക്സ് ചെറിയ ഉണ്ടയായിട്ട് നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കവർ ചെയ്ത ശേഷം വീണ്ടും കുറച്ച് പൊടി ചേർത്ത് പരത്തിയെടുക്കാം. കനം കുറച്ച് നല്ല വട്ടത്തിൽ പരത്തിയെടുക്കാം. പരത്തുമ്പോൾ ശ്രദ്ധിക്കണം, ഫില്ലിങ് പുറത്ത് പോകാത്ത രീതിയിൽ വേണം പരത്തിയെടുക്കാൻ. നമ്മൾ പരത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൻ്റെ അടുപ്പ് വെച്ചിട്ട് നന്നായിട്ട് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ പരത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് ഭംഗിക്ക് വേണ്ടി ചെയ്തതേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ആദ്യത്തെ ബോളി റെഡി ആയിട്ടുണ്ട്, പരത്തി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊന്ന് സാധാരണ നമ്മൾ ചപ്പാത്തിയൊക്കെ ചുടുന്ന പോലെ തന്നെ ഒന്ന് ചുട്ടെടുക്കണം. തവ ചൂടാക്കാൻ വെച്ചിരുന്നു, അത് ചൂടായിട്ടുണ്ട്. നമുക്കിനി ബോളി ഇട്ട് കൊടുക്കാം. ബോളി ഇട്ട ശേഷം രണ്ട് സൈഡും നന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് അല്ലെങ്കിൽ എണ്ണ ആയാലും മതി. നെയ്യാകുമ്പോൾ കൂടുതൽ ടേസ്റ്റാണ്. എന്നിട്ട് നന്നായിട്ട് ആവുന്നവരെ വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് ആയി കഴിയുമ്പോൾ ഇതേപോലെ ഇങ്ങനെ പൊന്തി വരും. നമ്മൾ ചപ്പാത്തി റൊട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പൊന്തി വരുന്ന പോലെ തന്നെ ഇതേപോലെ പൊന്തി വരും. അങ്ങനെ നമ്മളുടെ ബോളി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള ബോളി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നല്ല സ്വാദാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കുക. നമുക്ക് വീണ്ടും പുതിയ റെസിപ്പീസായിട്ട് കാണാം. അപ്പോൾ അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. താങ്ക്